കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to LearnWise Igno Focus 5.0. നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എഡ്യൂക്കേഷനിലെ MES 015 എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് we are going to deal today in this particular video. So MES 015, that is Operational Dimensions of Education. So നമ്മൾ ഈ ഒരു വീഡിയോയിൽ MES 015ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മുടെ എക്സാമിനേഷന് വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സുകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ, ആൻഡ് ഓൾസോ നമുക്ക് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസിൽ എത്രത്തെ ടൈമുകൾ നമ്മൾ ഡെലോക്കേറ്റ് ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ആൻഡ് ഫോർമാറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളാണ് വി ആർ ഹാവിംഗ് ഇൻ ദിസ് വീഡിയോ. സോ ഇൻട്രൊഡക്ഷൻ. This IGNO TEPYQUA in-depth analysis and predictive guide for MES 015 operational dimensions of education turns past paper patterns and syllabus coverage into actionable study priorities. By mining multi-year question trends and aligning them with the Fusion blocks and units, the guide spotlights high-yield themes, shows how marks cluster across formats, and directs your final month revision towards topics with the best payoff. നമ്മുടെ വീഡിയോയുടെ ഒരു പാറ്റേൺ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കുള്ളത് സിലബസ് മാപ്പിംഗ് ആണ്. അതായത് നമ്മുടെ ഈ പേപ്പേഴ്സ് എല്ലാം ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്സുകൾ പിന്നീട് ഫെർദർ ആയിട്ട് യൂണിറ്റ്സുകളായിട്ടാണ് ഉള്ളത്. സോ അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് ബ്ലോക്ക് വൈസ് ബ്രേക്ക് ഡൗൺ, and that is macro operations, policy or implementation, micro level teaching, learning, curriculum decision making or evaluation എന്ന് പറയുന്ന ബ്ലോക്സുകളെ പിന്നീട് നമ്മൾ ഫെർദർ ആയിട്ട് യൂണിറ്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വിത്ത് നോട്ട്സ് ഓൺ വിച്ച് യൂണിറ്റ്സ് ഹാവ് ഹിസ്റ്റോറിക്കലി അട്രാക്റ്റഡ് ലോങ് ആൻസേഴ്സ്. പിന്നെ രണ്ടാമത്തെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അതായത് മുൻകാല ചോദ്യ പേപ്പേഴ്സുകളിലെ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസുകൾ, മാർക്കിന്റെ വെയിറ്റേജ്, സ്ട്രക്ചർ ആൻഡ് ഫോർമാറ്റ്സ് ഡിസ്റ്റിൽ ഫ്രം റീസെന്റ് എക്സാമിനേഷൻസ് ഓഫ് ദ TEES. നെക്സ്റ്റ് വരുന്ന ഒരു സെക്ഷൻ ആണ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. അതായത് നമ്മൾക്ക് അറിയാം, നമ്മൾ എക്സാമിനേഷൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന സെക്ഷൻസുകളോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസുകളോ പലപ്പോഴും എക്സാംസിന് റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ക്യൂറേറ്റഡ് ലിസ്റ്റ് ഓഫ് റിപ്പീറ്റ്സ് ആൻഡ് നിയർ റിപ്പീറ്റ്സ്, എക്സാമ്പിൾ ODLS, റിസോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ടീച്ചർ എഡ്യൂക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ എഫക്റ്റീവ്നെസ് ഓർ NAAC, പ്രോഗ്രാം ഇവാലുവേഷൻ. The next one section on topic probability and predictions. Data-led likelihoods for each block or unit, balancing frequency with recency to forecast probable long answer and short note appearances. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന അതേ പാറ്റേണിലും അതേ ലേ ഔട്ടിലും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. സോ അതിന് ഡീറ്റെയിൽഡ് ആൻസേഴ്സും മാർക്കിംഗ് സ്കീംസും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ നമ്മളിവിടെ മെയിൻ ആയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്തിട്ട് അതിൽ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ ഏതൊക്കെ യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുള്ളതൊക്കെ നമ്മളിവിടെ മാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആൻഡ് ഓൾസോ we then weighted topic frequency by recency and cross-checked against evolving emphasis to refine the predictions. നമുക്ക് നമ്മുടെ സിലബസ് എങ്ങനെയാ പോകുന്നതെന്ന് നോക്കാം. ഓഫ്കോഴ്സ് നമുക്കറിയാം ബ്ലോക്സുകൾ ഉണ്ട്. ബ്ലോക്കുകൾ തിരിച്ചു പിന്നീട് നമുക്ക് യൂണിറ്റ് വൈസ് ആയിട്ടുണ്ട്. ഇനി ഓരോ നമുക്ക് ബ്ലോക്കിലും യൂണിറ്റിലും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 സെക്കൻഡറി എഡ്യൂക്കേഷൻ സ്റ്റേറ്റസ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് 2 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ഒരു ലോ റെലവൻസ് ലെവലാണ് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ വരുന്ന അതേ സെയിം നമ്മുടെ യൂണിറ്റ് 1 നിന്ന് തന്നെ ഫങ്ഷൻസ് ഓഫ് എ യൂണിവേഴ്സിറ്റി ഇൻ മോഡേൺ ടൈംസും സ്ട്രക്ചർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമുക്ക് 2 തവണയും 1 തവണയായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ വിച്ച് മീൻസ് ഒരു ലോ റെലവൻസ് ലെവലാണ് ഉള്ളത്.
ബ്ലോക്ക് 1 നമ്മൾ യൂണിറ്റ് 2 എടുക്കുകയാണെങ്കിൽ അതിലെ ടോപ്പിക്സുകളായിട്ടുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ ഫ്രേസസ്, ടീച്ചർ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ഓർ ടൈപ്സ് NCTE 1998 ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മേജർ പ്രോബ്ലംസ് എല്ലാത്തിനും ഓരോ ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിച്ചിട്ടുള്ളത്. സോ വിച്ച് മീൻസ് ലോ റെലവൻസ് ലെവൽ ആണ് ഇവിടെയുള്ളത്. പിന്നെ നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 വരുന്ന ടോപ്പിക്സുകളായിട്ടുള്ള ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം ODLS ഒബ്ജക്റ്റീവ് ആൻഡ് ഇഷ്യൂസും, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഇഷ്യൂസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, ദെൻ ഓൺലൈൻ ലേണിംഗ് ഓവർവ്യൂ ആൻഡ് ഓൾസോ നമ്മുടെ യൂണിറ്റ് 3 എന്നുള്ള ലോക്ക് ജംബിഷ് പ്രോജക്റ്റും എല്ലാം 1 ടൈം ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ വിച്ച് മീൻസ് ലോ റെലവൻസ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇതെല്ലാം. നമ്മളെ ബ്ലോക്ക് 1 നമ്മൾ പോയി കഴിഞ്ഞാൽ യൂണിറ്റ് 3 ടോപ്പിക്സുകളായിട്ടുള്ള ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ശിക്ഷ കർമ്മി പ്രോജക്ട്, നാഷണൽ ചൈൽഡ് ലേബർ പ്രൊജക്ട്സ്, EGSRALE, എഡ്യൂക്കേഷൻ ഗ്യാരണ്ടി സ്കീം ഓർ ആൾട്ടർനേറ്റീവ് ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷൻ എന്നെല്ലാം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിച്ചിട്ടുള്ളത്. അതേസമയം ബ്ലോക്ക് 1 യൂണിറ്റ് 4 ടോപ്പിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഫോർ ആൾ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് 2 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 4 യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്സ് 2 തവണയും, ബ്ലോക്ക് 1 യൂണിറ്റ് 5 ടോപ്പിക്സുകളായിട്ടുള്ള ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ് ഓഫ് ഡിഫറൻസസ്, ഏജൻസീസ് ഓഫ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഫാമിലി, ഏജൻസീസ് ഓഫ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ പിയർ ഗ്രൂപ്പ്, ICT ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്സുകളിൽ നിന്നും ഓരോ തവണയായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് നമ്മുടെ റെലവൻസ് എന്ന് പറയുന്നത് ലോ തന്നെ ആയിരിക്കും. നമ്മൾ ബ്ലോക്ക് യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ യൂണിറ്റ് 6 നിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടില്ല. സോ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നീട് നമ്മളെ ബ്ലോക്ക് 2 യൂണിറ്റ് 7 ടോപ്പിക്സുകളായിട്ടുള്ള ലോക്കൽ ബോഡീസ് ഫോർ എഡ്യൂക്കേഷൻ റോൾസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ് അറ്റ് ലോക്കൽ ലെവൽ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ റോൾ ഓഫ് ഫംഗ്ഷൻ നിന്നും ഒറ്റ തവണയാണ് ക്വസ്റ്റ്യൻസുകൾ അപ്പിയർ ചെയ്തിട്ടുള്ളത്. സോ വിച്ച് മീൻസ് ലോ റെലവൻസ് ലെവൽ ആണ് അവിടെ നമുക്കുള്ളത്. വീണ്ടും നമ്മൾ ബ്ലോക്ക് 2 തന്നെയാണ് പോകുന്നത്. യൂണിറ്റ് 7 ടോപ്പിക്സുകളായിട്ടുള്ള യുനെസ്കോ റോൾ ഓഫ് ഫംഗ്ഷൻ, യൂണിസെഫ് റോൾ ഓഫ് ഫംഗ്ഷൻ, കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് OCOL റോള്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം റോൾ എന്നെല്ലാം തന്നെ 1 ടൈം ആണ് ക്വസ്റ്റ്യൻ അപ്പിയർ ആയിട്ടുള്ളത്. പക്ഷെ അതേസമയം ബ്ലോക്ക് 2 യൂണിറ്റ് 8 ടോപ്പിക്സുകളായിട്ടുള്ള റിസോഴ്സ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് മാക്രോ ലെവലിനകത്ത് നിന്നും 2 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 8 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ മാക്രോ ലെവൽ 2 തവണയാണ് ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 9 പ്രോഗ്രാം ഇവാലുവേഷൻ കോൺസെപ്റ്റ് പർപ്പസ് 3 ടൈംസ് ആണ് അപ്പിയറൻസ്. ആൻഡ് സെയിം നമുക്ക് വരുന്ന ആ സെയിം യൂണിറ്റിലെ തന്നെ മറ്റു 2 ടോപ്പിക്സുകളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ എഫക്റ്റീവ്നെസ് ആൻഡ് NAAC ഡയമെൻഷൻസ് ഓഫ് പ്രൊസീജിയേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ പ്രൊസീജിയേഴ്സ് 1 ടൈം തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. പിന്നെ നമുക്ക് ബ്ലോക്ക് 3 യൂണിറ്റ് 10 ആണ് ഗ്രൂപ്പ് കൺട്രോൾ മെത്തേഡ്സ് ഓർഗനൈസേഷൻ. അവിടെ നമുക്ക് 1 ടൈം ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമ്മൾ ബ്ലോക്ക് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 10 നിന്നും യൂണിറ്റ് 11 നിന്നും ഒക്കെയുള്ള ടോപ്പിക്സ് 1 ടൈം ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിലെ യൂണിറ്റ് 10 ടോപ്പിക്സുകളാണ് കോപ്പറേറ്റീവ് ലേണിംഗ് സ്റ്റെപ്സും, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓർഗനൈസേഷൻ, ലിറ്റററി ഓർ കൾച്ചറലും. യൂണിറ്റ് 11 വരുന്ന ടോപ്പിക്സുകളാണ് അക്കാഡമിക് കൗൺസിലിംഗ് സ്റ്റേജസ്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ്, SLM, ഡയമെൻഷൻസ് ഓർ ഇമ്പോർട്ടൻസ്. ഇവിടെ എല്ലാം തന്നെ 1 ടൈം ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 12 കരിക്കുലം പെർസ്പെക്ടീവ്സ്, ഒബ്ജക്റ്റീവ്സ് വേഴ്സസ് കൺസ്ട്രക്റ്റീവ്സ് എന്നും 1 തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതേസമയം നമ്മൾ ബ്ലോക്ക് 3 യൂണിറ്റ് 13 ടോപ്പിക്സുകളായിട്ടുള്ള ഫ്ലെക്സിബിൾ ലേണിംഗ് മോഡൽ, നേച്ചർ ആൻഡ് റോൾ ഓഫ് ICT, ഓൺലൈൻ എഡ്യൂക്കേഷൻ റൂൾ ഓർ ലിമിറ്റേഷൻസ് 2 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. വീണ്ടും അത് ലോ ലെവൽ റെലവൻസ് തന്നെയാണ്. ആൻഡ് ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 13 ടോപ്പിക്കുള്ള മൾട്ടിമീഡിയ മോഡൽ 1 ടൈം ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സിമിലർലി തന്നെയാണ് യൂണിറ്റ് നമ്പർ 14 ഡിസിഷൻ മേക്കിംഗ് അറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ കോൺസെപ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് 1 ടൈം ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ നമുക്ക് ബ്ലോക്ക് 4 കഴിഞ്ഞു. നെക്സ്റ്റ് ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 14 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് സ്റ്റെപ്സ് 1 ടൈം ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ റെലവൻസ് ലെവൽ ലോ തന്നെയാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 15 അക്കാഡമിക് സ്റ്റാഫ് കോളേജസ് റോൾ ഇൻ ടീച്ചർ ഡെവലപ്മെന്റ് 2 തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 4 യൂണിറ്റ് 16 ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ്, തിയറീസ്, ലീഡർഷിപ്പ് ഓർ ടീച്ചർ റോൾസിനകത്ത് 3 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേസമയം നമ്മൾ ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 7 ടോപ്പിക്സുകളായിട്ടുള്ള കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ കോൺസെപ്റ്റ്, ഫോർമേറ്റീവ് വേഴ്സസ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഇവാലുവേഷൻ ഓഫ് സ്കോളസ്റ്റിക് ഓർ നോൺ സ്കോളസ്റ്റിക് ഔട്ട്കംസ് എന്നും 1 ടൈം ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ നമ്മളിപ്പോ ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അപ്പിയറൻസ് വെച്ചിട്ടുള്ള ഒരു ബാർ ചാർട്ട് ആണ് ഇത്. അപ്പൊ നമ്മൾ നമുക്ക് മനസ്സിലാകും ബ്ലോക്ക് 1 ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഏറ്റവും ലീസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബ്ലോക്ക് 4 നിന്ന് തന്നെയാണ്.
സോ ഇനി നമുക്ക് നമുക്ക് ഹൈ yield ടോപ്പിക്സുകൾ തിരിക്കുമ്പോഴത്തേക്ക് മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ആ ടോപ്പ് 3യിൽ വരുന്നതാണ് ഹൈ yield എന്ന് പറയുമ്പം ലോങ് ആൻസർ ഫാമിലീസ്, അതായത് ഏറ്റവും അധികം നമ്മൾ ലെങ്തി ആയിട്ട് എഴുതേണ്ട ആൻസേഴ്സുകളെയാണ് നമ്മുടെ ലോങ് ആൻസർ എന്ന് പറയാം. സോ അത് നമ്മൾ നോക്കുന്ന ടോപ്പിക്സുകളാണ് ODL, ഫ്ലെക്സിബിൾ, ഓൺലൈൻ ഫ്രം യൂണിറ്റ്സ് നമ്പർ 2, 11 and 13. സോ ഇതിനകത്തെല്ലാം കമ്പൈൻ ചെയ്ത് നോർമലി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ODLസിന്റെ എയിംസ് ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇഷ്യൂസുകൾ ചോദിക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറി ആൻഡ് SLMന്റെയും കൗൺസിലിംഗിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് വരാം. രണ്ടാമത് നമ്മൾ വരുന്ന മെയിൻ ടോപ്പിക്കുകൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ എഫക്റ്റീവ്നെസ് ആൻഡ് ഇവാലുവേഷൻ ഫ്രം യൂണിറ്റ് നമ്പർ 9 and 16 ആണ്. സോ recurrent ask on NAAC criteria, theoretical views and leadership or teacher roles ആണ്. പിന്നെ വരുന്നതാണ് ആക്സസ് ആൻഡ് എക്സ്പാൻഷൻ ഫ്രം യൂണിറ്റ് നമ്പർ 4. അവിടെ ഗോൾസും സ്ട്രാറ്റജീസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ആണ് ചോദിക്കുക. പിന്നെ നമ്മുടെ ടോപ്പ് 3 ഹൈ yield വരുന്നതിനകത്ത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ടോപ്പിക്സുകളാണ് ഇന്റർനാഷണൽ ഓർ ഇന്ത്യൻ ബോഡീസ് ഫ്രം യൂണിറ്റ് നമ്പർ 7. യു ഹാവ് യുനെസ്കോ, UNICEF, COL, UGC or UNDP. പിന്നെ നെക്സ്റ്റ് വരുന്ന അസസ്മെന്റ് മൈക്രോ കോൺസെപ്റ്റിൽ നിന്ന് ഫ്രം യൂണിറ്റ് നമ്പർ 17. CCE, ഫോർമേറ്റീവ് വേഴ്സസ് സമ്മേറ്റീവ്, സ്കോലാസ്റ്റിക് ഓർ നോൺ സ്കോലാസ്റ്റിക്കും. ആൻഡ് നമ്പർ 3 വി ഹാവ് അക്കാഡമിക് സ്റ്റാഫ്, കോളേജസ് ആൻഡ് ടീച്ചേഴ്സ് സപ്പോർട്ട് ഫ്രം യൂണിറ്റ് നമ്പർ 15. സോ ഇപ്പൊ നമുക്കൊരു എക്സാമിന്റെ ഒരു പാറ്റേൺ ഒന്ന് കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. സോ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ essay ടൈപ്പുകളായിരിക്കും. അതിൽ നിന്ന് തിയോറിറ്റിക്കൽ അല്ലെങ്കിൽ എക്സ്പോസിറ്ററി ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ് മോസ്റ്റ് ഓഫൺ ചോദിക്കുന്നത്. സോ ഏകദേശം ഒരു 600 വേർഡ്സ് നമ്മൾ എഴുതണം. സോ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ Q1, Q2 and Q4 സെക്ഷൻസുകളിലാണ്. യെസ്, പിന്നെ നമ്മൾ ലോങ് ആൻസർ എസ്സേക്കകത്ത് അപ്ലൈഡ് അല്ലെങ്കിൽ ഡിസൈൻ മോഡൽ ക്വസ്റ്റ്യൻസ് വരും. അതും അവിടെ നമ്മൾ 600 വേർഡ്സ് തന്നെയാണ്. റിക്വയറിംഗ് ദ പ്ലാൻസ് ഓർ ഡിസൈൻസ് ആൻഡ് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഔട്ട്ലൈൻ പ്രോഗ്രാം ഇവാലുവേഷൻ സ്റ്റഡി, റോൾ ആസ് ഹെഡ് ഇൻ ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. പിന്നെ വരുന്ന നെക്സ്റ്റ് ഒരു സെക്ഷൻ ആണ് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് റോൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 150 വേർഡ്സ് ആണ് അവിടെ വരുന്ന വേർഡ് കൗണ്ട് എന്ന് പറയാം. സോ Q3 ഓഫേഴ്സ് നമുക്ക് 6 പ്രോംസുകൾ ഉണ്ടാകും. അതിൽ ഏതെങ്കിലും 4 നമ്മൾ എഴുതിയാൽ മതി. സോ ഔട്ട് ഓഫ് ദി 6 4 നമ്മൾ എഴുതുക. നമ്മുടെ ഒരു പേപ്പറിന് ടോട്ടൽ 25% മാർക്കിന്റെ വെയിറ്റേജ് ഇവിടെ വരുന്നത്. പിന്നെ ഷോർട്ട് നോട്ട്സിനകത്ത് വരുന്ന ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ വാട്ട് ഇസ് ഫോർമേറ്റീവ് വേഴ്സസ് സമ്മേറ്റീവ് എന്നും ഒബ്ജക്ടിവിസ്റ്റ് വേഴ്സസ് കൺസർവേറ്റീവ് ഉള്ള കമ്പാരിസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസും നോർമലി ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ലോങ് എസ്സേ ടൈപ്പിൽ വരുമ്പോഴത്തേക്ക് തിയോറിറ്റിക്കൽ ഓർ എക്സ്പോസിറ്ററി വരുമ്പോഴത്തേക്ക് അവിടെയും 600 വേർഡ്സ് ആണ് ലിമിറ്റ് വരാം. സോ ടെസ്റ്റ് കോൺസെപ്ച്വൽ മാസ്റ്ററി, സിന്തസിസ് ആൻഡ് സ്കോളർലി ഫ്രെയിമിംഗ് ലൈക് ഡെഫിനിഷൻസും മോഡൽസും ക്രിറ്റിക്സും. ആൻഡ് എക്സ്പെക്ടഡ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബ്ലോക്ക് വൈസ് ഉള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് ഇലസ്ട്രേഷൻസും എക്സാമ്പിൾസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരിക. ആൻഡ് ഓൾസോ സ്ട്രക്ചർ വിത്ത് ഇൻട്രൊഡക്ഷൻ, ആർഗ്യുമെന്റ്, കൺക്ലൂഷൻ, സൈറ്റ് പോളിസീസ് ഓർ ഫ്രെയിംവർക്സ് വേർ റെലവെന്റ് ആണ്. ലോങ് എസ്സേയിൽ വരുന്ന മറ്റൊരു കേസാണ് അപ്ലൈഡ് അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 600 ആണ് നമ്മുടെ വേർഡ് ലിമിറ്റ് എന്ന് പറയാം. സോ അസസസ് application and planning. Markers look for feasibility, sequencing and justification tied to syllabus models. So appears some years as one of the 3 long answers. പിന്നെ ഷോർട്ട് നോട്ട്സിന്റെ കേസുകളിൽ വരികയാണെങ്കിൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ റോൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. അവിടെ 150 ആണ് വേർഡ്സിന്റെ ലിമിറ്റേഷൻ കൗണ്ട് എന്ന് പറയുക. ചിലപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇവാലുവേറ്റ്സ് പ്രിസൈസ് ഡെഫിനിഷൻസുകൾ അല്ലെങ്കിൽ സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ്, യുനെസ്കോ, UNICEF, DPEP, NIOS, SLM, EFA അല്ലെങ്കിൽ UEE. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് ആൻസറുകൾ എല്ലാം എഴുതിയിട്ട് അതിന് ഓരോരു മിനിമം 3 to 5 വാല്യൂ പോയിന്റ്സുകളെങ്കിലും കൊടുക്കുക, എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് അതിന്റെ നോട്ട്സുകളും കാര്യങ്ങളും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. പിന്നെ ഷോർട്ട് നോട്ട്സിന്റെ കേസ് വരുമ്പോൾ ഡിസ്റ്റിങ്ഷൻ കമ്പാരിസൺ നമുക്ക് 150 വേർഡ്സ് തന്നെയാണ് ഇവിടെ നമ്മുടെ വേർഡ് കൗണ്ട് വരിക. സോ നമ്മൾ ഡിഫറൻസ് ലൈക്ക് വാട്ട് ഇസ് സമ്മേറ്റീവ്, ഫോർമേറ്റീവ് കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ടേബിൾസ് ഒക്കെ വരച്ച് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്ത് ബുള്ളറ്റ് പോയിന്റ്സുകളിലാക്കിയിട്ട് നമ്മുടെ ആൻസറിനെ പ്രസന്റ് ചെയ്യാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമുക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ലേണേഴ്സിന്റെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായും മനസ്സിലാക്കുന്നതിനായും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.
നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കേസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും അധികം മാർക്സ്, 40 മാർക്സോളമാണ് നമുക്ക് ടോട്ടൽ ഷെയർ പോകുന്നത്. അതേസമയം ബ്ലോക്ക് 2 ആണെങ്കിൽ 26.67, ബ്ലോക്ക് 3യും ബ്ലോക്ക് 4 നമുക്ക് ഓൾമോസ്റ്റ് സെയിം വെയിറ്റേജ് ആണ്, 16.67. നമുക്കിന്റെ പാറ്റേൺ നമുക്ക് നോക്കുകയാണെങ്കിൽ കൺസോൾട്ടേഷൻ ഓഫ് തിയറി ഹെവി പേപ്പേഴ്സ്, അപ്ലൈഡ് ഓർ ഡിസൈൻ ലോങ് എസ്സേസ് 2022 വളരെ കോമൺ ആയിരുന്നു. പിന്നീട് അത് വളരെ ലീസ്റ്റ് ആയിട്ട് വളർന്നിട്ടില്ലായിരുന്നു. സോ വിച്ച് മീൻസ് ഒരു 75%ഓളമാണ് അത് തിയറിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയാം. പിന്നെ ഷോർട്ട് നോട്ട്സിന്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ഓർ കമ്പാരിസൺ ഷോർട്ട് നോട്ട്സ് അപ്പിയർഡ് ഇൻ 2022 ആണ്, പിന്നീട് വന്നിട്ടില്ല. പിന്നെ വീണ്ടും ഷോർട്ട് ബണ്ടിൽ ക്വസ്റ്റ്യൻസുകളാണ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് എംഫസിസിനകത്ത് ബ്ലോക്ക് 1-നകത്താണ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു 40%ഓളമാണ് അവിടുത്തെ ക്വസ്റ്റ്യൻസുകൾ വരിക. അപ്പൊ നമ്മളിതിന്റെ ടൈമിനകത്തുള്ള ഒരു അലോക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് ഇവിടെ ലാസ്റ്റ് 5 സെക്ഷൻ നമ്മൾ ആവറേജ് നോക്കുകയാണ്. ലോങ് ഒരു ആൻസർ അല്ലെങ്കിൽ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഏകദേശം 65 മിനിറ്റുകൾ നമ്മൾ കൊടുക്കുക. അതായത് 2 ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ളപ്പോൾ തന്നെ 130 മിനിറ്റിന് ടോട്ടൽ. പിന്നെ നമ്മുടെ ലോങ് എസ്സേയിൽ അപ്ലൈ അല്ലെങ്കിൽ ഡിസൈൻ മോഡൽ ആണെങ്കിൽ 18 to 20 മിനിറ്റുകൾ കൊടുക്കുക. ഷോർട്ട് നോട്ട്സുകളുടെ ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ 4 എണ്ണം എടുത്ത് എഴുതുക. 150 ആയിരിക്കണം വേർഡ് കൗണ്ട് എന്ന് പറയുക. സോ ഒരു 40 to 45 മിനിറ്റ്സ് ഇവിടെ കൊടുക്കുക. ലാസ്റ്റ് ഒരു 10 to 12 മിനിറ്റ്സിനകത്ത് നമുക്ക് ആ ഒരു സ്ട്രക്ചറിങ്ങും നമ്മുടെ പേപ്പർ റിവിഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് എക്സാമിന് ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. 7 തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ റോൾസ് ഓഫ് ഗവേണിംഗ് ഓർ സപ്പോർട്ടിംഗ് ബോഡീസ് ലൈക് ലോക്കൽ ബോഡീസ്, UGC, യുനെസ്കോ, UNICEF, UNDP, COL. അത് 7 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് 5 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച 3 ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. വൺ ഇസ് ഡിസ്കസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എഫക്റ്റീവ്നെസ് ഓർ ഇവാലുവേഷൻ വിത്ത് റെഫറൻസ് ടു NAAC ക്രൈറ്റീരിയ ആൻഡ് ലീഡർഷിപ്പ് റോൾസ്. അടുത്തത് എക്സ്പ്ലെയിൻ EFA ഓർ UEE ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്, സൈഡ് നാഷണൽ ഇനിഷ്യേറ്റീവ്സ്. പിന്നെ 5 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ICT എനേബിൾഡ് കരിക്കുലം ട്രാൻസാക്ഷൻ ODL വിത്ത് റോൾസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇത് 4 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡിഫൈൻ റിസോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഡിസ്കസ് മാക്രോ ലെവൽ പ്രാക്ടീസസ്. പിന്നെയും 4 തവണ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ്, നീഡ്സ് ആൻഡ് ഏജൻസസ്. പിന്നെ 3 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസുകളാണ് ട്രേസ് ഡെവലപ്മെന്റ് ഓർ ഫേസസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, റോൾ ഓഫ് NCTE. പിന്നെ വന്ന ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ഡിസിഷൻ മേക്കിംഗ് ഓർ ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് അറ്റ് മൈക്രോ ലെവൽ, ഔട്ട്ലൈൻ സ്റ്റെപ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ റൂൾസ്. Then what is ODL or distance education? Describe development, objectives and key issues. And the next one is explain program evaluation and outline a study or design with scope, objectives and methods. നമുക്ക് ഈ ഒരു പൈ ചാർട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഓരോന്നിനും റിപ്പീറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് ഈ പൈ ചാർട്ടിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ഒരു ടേബിൾ കണക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, ഡിസ്കസ് സ്റ്റേക്ക് ഹോൾഡർ റോൾസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 14 ക്വസ്റ്റ്യൻ ആണ്. ആ ടോപ്പിക്കിൽ നിന്ന് കവർ ചെയ്യുന്നതാണ്. ഇപ്പൊ ഡിഫൈൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് എക്സ്പെൻസ് ഇമ്പോർട്ടൻസ്, ദാറ്റ് ഇസ് ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 8 ആണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റൻ ആയിരുന്നു ഡിസ്ക്രൈബ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ യുവർ സ്റ്റേറ്റ്, ദാറ്റ് ഇസ് ഫ്രം ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആണ്. പിന്നെ വന്ന ക്വസ്റ്റൻ ആണ് ഡിസ്ക്രൈബ് ദ ഫ്ലെക്സിബിൾ ലേണിംഗ് മോഡൽ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ICT ഇൻ ODL കരിക്കുലം ട്രാൻസാക്ഷൻ, അത് ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 13 ആണ്. പിന്നെ വരുന്നതാണ് ഡെവലപ്മെന്റ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേജർ ഇഷ്യൂസ്, ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്. Dimensions of institutional effectiveness, describe NAAC procedures, block 2 unit 9 എന്നുള്ള ക്വസ്റ്റൻ ആണ്. പിന്നെ explain and organize co-curricular literary or cultural activities with examples, block 3 unit 10 ആണ്. പിന്നെ explain program evaluation, outline a program evaluation study, that's from block 2 unit number 9 ആണ്. പിന്നെ functions of a university in modern ഇന്ത്യയിലുള്ള ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റംപ്റ്റ്സ് ഫോർ EFA എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 എന്നുള്ള ക്വസ്റ്റൻ ആണ്. സോ ഇപ്പൊ നമ്മളിവിടെ ഒരു പ്ലാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിനെ മനസ്സിലാക്കുക. സോ ഫോർ ഈച്ച് റെക്കറിംഗ് പ്രോംപ്റ്റ് ഔട്ട്ലൈൻ ഇൻ 4 to 5 മിനിറ്റ്സ്. പിന്നെ അതിനുശേഷം നമ്മൾ ടൈം ഡിവോട്ട് ചെയ്ത് എസ്സേ നമ്മൾ എഴുതുക, കറക്റ്റ് ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്യുക, എക്സാമ്പിൾസ് കൊടുക്കുക, വാല്യൂ പോയിന്റ്സ് കൊടുക്കുക, ഒക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മുടെ ആൻസർ ഫ്രെയിം ചെയ്യുക. പിന്നെ ഷോർട്ട് നോട്ട്സുകൾ വരുന്ന ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ നമുക്കത് ബോഡീസ് ബേസ്ഡോ ICTയോ CA ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളായിരിക്കാം. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓരോ പോയിന്റ്സുകളും പ്രയോറിറ്റൈസ് ചെയ്ത് എക്സ്പ്ലനേഷൻ കൊടുത്ത് വാല്യൂ പോയിന്റ്സും കൊടുത്ത് എഴുതുക. Repeat under time. Practice at least twice. Time to once open book to perfect structure. Then close book to hit word count and finish within the target minutes. നമ്മുടെ നെക്സ്റ്റ് ഇവിടെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടോപ്പിക് ആയിട്ടുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ ഫേസസ് ഓർ ഒബ്ജക്റ്റീവ്സ് NCT 4 തവണ നമുക്ക് അപ്പിയർ ചെയ്തൊരു
ക്വസ്റ്റ്യൻ ടോപ്പിക്കിൽ നിന്നാണ്. സോ ഇറ്റ്സ് എ പ്രോബിലിറ്റി 66.67 ആണ് അതിന്റെ പെർസെന്റേജ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. സോ അതിന് കാറ്റഗറി എന്ന് പറയുന്നത് മീഡിയം ആണ് ചോദിക്കാനുള്ള പ്രോബിലിറ്റി ലെവൽ എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 EFAUEER MILL 4 തവണയാണ് സെയിം ഇവിടെ നമുക്ക് പ്രോബിലിറ്റി ഉള്ളത്. സോ 66.67 ആണ് പെർസെന്റേജ്. ഇതേ കണക്ക് വരുന്ന 4 തവണ ചോദിച്ചിട്ടുള്ള മറ്റ് 2 ക്വസ്റ്റ്യൻസുകൾ വരുന്ന ഇതാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 5 ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഏജൻസീസ് ഓർ ICT or peer or family. Then you have is block 2 unit 7 governing or support boards, local bodies or UGC or UNES, CO UNICEF, UNDP, COL. ഇവിടെ എല്ലാം നമ്മുടെ അപ്പിയറൻസ് 4 ടൈംസ് ആണ്. പ്രോബിലിറ്റീസ് 66.67 ആണ്. പിന്നെ നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 9 പ്രോഗ്രാം ഓർ ഇവാലുവേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇവാലുവേഷൻ NAACയും ബ്ലോക്ക് 3 യൂണിറ്റ് 13 ICT ഫ്ലെക്സിബിൾ ഓർ ഓൺലൈൻ ഓർ മൾട്ടിമീഡിയ മോഡൽസ്. ഈ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് 4 തവണയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളത്. സോ വിച്ച് മീൻ 66.67 തന്നെയാണ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓർ സ്ട്രക്ചർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ 3 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ വിച്ച് മീൻസ് 50-50 ആണ് ചോദിക്കാനുള്ള പ്രൊബബിൾ ഒരു ചാൻസ് എന്ന് പറയാം. ഇതേ കണക്ക് നമുക്ക് 50-50 പ്രോബിലിറ്റി വരുന്ന മറ്റു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ODL ഓർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മീനിങ് ഡെവലപ്മെന്റ് ആൻഡ് ഇഷ്യൂസും ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഓൾട്ടർനേറ്റീവ് മോഡൽസ് DPEP, SKP, ലോഗ് ജോംബിഷ് NCLPയും ബ്ലോക്ക് 2 യൂണിറ്റ് 8 റിസോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറ്റ് മാക്രോ ലെവൽ. പിന്നെയും നമുക്ക് 50-50% പ്രോബിലിറ്റി വരുന്ന മറ്റ് ക്വസ്റ്റ്യൻസുകളാണ് ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഗ്രൂപ്പ് കൺട്രോൾഡ് ഓർ co-curricular മെത്തേഡ്സ്, ബ്ലോക്ക് 4 യൂണിറ്റ് 16 organizational effectiveness or teachers role, block 4 unit 17 CCE or formative versus summative, scholastic non-scholastic. ഇത്രയുമാണ് നമുക്ക് 50-50% വരുന്നത്. ഇനി നമുക്ക് ഈ ഇത്രയുമുള്ള ടോപ്പിക്സുകൾ നമുക്ക് തിരിക്കാൻ പറ്റും. നമ്മുടെ പ്രായോറിറ്റി ലിസ്റ്റ് വിച്ച് മീൻസ് ഏത് ടോപ്പിക്കിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ ഒരു ഹൈ പെർസെന്റേജ് നമ്മൾ പറയുമ്പോൾ V2 നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 7 വരുന്ന ഗവേണിംഗ് ഓർ സപ്പോർട്ടിംഗ് ബോഡീസ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഷോർട്ട് നോട്ട്സിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ഉറപ്പായിട്ടും നോക്കേണ്ട ഒരു സെക്ഷൻ ആണ്. പിന്നെ വരുന്ന ബ്ലോക്ക് 1 യൂണിറ്റ് 4 EFAUEEMILL. സോ ഇവിടെയുള്ള പോളിസീസ് കാലം കൃത്യമായിട്ട് നോക്കുക. അതെല്ലാം നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സുകൾ ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 13 ICT ഓർ ഫ്ലെക്സിബിൾ ഓർ ഓൺലൈൻ എന്ന് പറയുന്നതിനകത്തുള്ള മോഡൽസുകൾ കമ്പയർ ചെയ്ത് പഠിക്കാം. അതിന്റെ പ്ലസും പ്രോസും ലിമിറ്റേഷൻസ് നമ്മൾ നോക്കുക. ആൻഡ് ഓൾസോ സ്റ്റേറ്റ് വിത്ത് 1 എക്സാമ്പിൾ ഈച്ച്. പിന്നെ നമുക്ക് വരുന്നത് ഒരു മീഡിയം ലെവലിലേക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ബ്ലോക്ക് 2 യൂണിറ്റ് 8 റിസോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതും ഡെഫിനിഷൻസും മാക്രോ ലെവൽസുകളും പോയിന്റ്സുകളും നോട്ട് ചെയ്യാം. അത് നമുക്ക് ഏകദേശം ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 9 പ്രോഗ്രാം ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇവാലുവേഷൻ ഓർ NAAC NAC CIPP പ്ലസ് NAC ക്രൈറ്റീരിയ ഒക്കെ കൃത്യമായിട്ട് നോക്കാം. അതിനകത്തുള്ള 6 to 8 വാല്യൂ പോയിന്റ്സുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 16 ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ്സിനകത്ത് വരുന്ന തിയറീസ് പ്ലസ് ദ ടീച്ചർ ആർ ദി ഹെഡ് റൂൾസും പിന്നെ ഡയഗ്രാംസും പറ്റുമെങ്കിൽ ആഡ് ഓൺ ചെയ്യുക. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓർ സ്ട്രക്ചറിനകത്ത് ഹാവ് ലുക്ക് ഫോർ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ട്രെൻഡ്സ് 3 ട്രസ്റ്റ് ഏരിയാസോടെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ODL ഓർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഇഷ്യൂസ് ആൻഡ് ഓൾസോ വൺ ഇംപ്രൂവ്മെന്റ് സജഷൻസ് നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ലോ ആയിട്ട് വരുന്ന പ്രയോറിറ്റി ലിസ്റ്റ് ആണ്. അതിൽ ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 14 ഡിസിഷൻ മേക്കിംഗ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനകത്തുള്ള സ്റ്റെപ്സുകളും കാര്യങ്ങളും നമ്മൾ ഔട്ട്ലൈൻ ചെയ്തുള്ളത് പഠിക്കാം. ആൻഡ് ഓൾസോ സ്റ്റേക്ക് ഹോൾഡർ ടേബിൾ ആസ് വെൽ. പിന്നെ നമുക്ക് വരുന്ന ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 11 SLM ഓർ അക്കാഡമിക് കൗൺസിലിംഗ്. അവിടുത്തെ SLM പാർട്സും കൗൺസിലിംഗ് സ്റ്റേജസ് നമ്മൾ നോക്കണം. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 10 ഗ്രൂപ്പ് കൺട്രോൾഡ് ഓർ co-curricular and steps and examples organizer. Then block 1 unit number 5 you have the informal education, their agencies, ICT as enabler and the 3 crisp bullets നമ്മൾ നോക്കിയിട്ട് ആൻസേഴ്സ് ഫ്രെയിം ചെയ്യുക. Then block 4 unit number 15 instructional support or ASC rules and quick examples. Yes, അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കേണ്ടതെന്ന് പറയുന്നത് കാരണം അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതിന്റെ അപ്പിയറൻസ് വെച്ചിട്ടാണ് we are seeing or we are keeping or categorizing it based on the high priority, low priority and the medium priority list.
പിന്നെ നമുക്കുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡലാണ്, ഒരു മോക്ക് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ ഡീറ്റെയിൽ സൊല്യൂഷൻസും ആൻസേഴ്സും എല്ലാം ലേൺവേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. സോ നമ്മുടെ എക്സാം ആണ് MES 015 ഓപ്പറേഷൻ ഡയമെൻഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. 3 hours ആണ് ടോട്ടൽ. ആൻഡ് ടോട്ടൽ വെയിറ്റേജ് 70 മാർക്സ് ആണ് നമുക്കുള്ളത്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആൻസർ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസിന്റെ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 600 വേർഡ്സ് ആണ്. സോ ഏകദേശം 17 മാർക്സ് ആണ് നമുക്ക് വെയിറ്റേജ് ഉള്ളത്. പിന്നെ നമുക്ക് വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേ കണക്ക് തന്നെയാണ്, 600 വേർഡ്സിൽ വരുന്നതാണ്. 2 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതുക. പിന്നെ മൂന്നാമത് വരുന്ന സെക്ഷൻ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ 6 ക്വസ്റ്റ്യൻസുകളിൽ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതുക. ഓരോന്നും ഒരു 150 വേർഡ്സ് ആയിരിക്കണം ഉണ്ടാവുക. സോ ഏകദേശം നമുക്ക് ഒരു 17.5 മാർക്സിനാണ് 4 ക്വസ്റ്റ്യൻസും കൂടെ ചേർത്ത് നമുക്ക് വരിക. നമുക്ക് ഏറ്റവും ഉറപ്പുള്ള കൺഫേം ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് നമ്മൾ കറക്റ്റ് നല്ലോണം ആൻസർ ഫ്രെയിം ചെയ്ത് 600 വേർഡ് ലിമിറ്റ്സിനകത്ത് എഴുതി തീർക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡെവലപ്പ് an institutional planning and decision making protocol for a medium sized secondary school that aims to enhance organizational effectiveness and teaching learning quality. Specify the roles of the head and teachers, identify key decision areas, and justify how your protocol will be monitored and refined. വളരെ കൃത്യമായിട്ട് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുക. നമ്മൾ പ്രോപ്പർലി ഓർഗനൈസ് ചെയ്ത് എഴുതുക. ആൻഡ് മേക്ക് ഷുവർ 600 വേർഡ്സിന്റെ ആ ഒരു വേർഡ് കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന്. സോ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയ്ക്കകത്തുള്ളത്. സോ ഇതിന്റെ ഡീറ്റെയിൽ സൊല്യൂഷൻസും ആൻസേഴ്സും കീ പോയിന്റ്സും സ്കീംസും എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ നല്ലോണം ചെക്ക് ചെയ്ത് റെഫർ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. And I wish you a very good luck for your examination. Do well and thank you. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.